ാണ് കർഷകർ അനുഭവിക്കുന്നത്. കൊറോണക്കാലം പ്രതിസന്ധിയുടെ ആഴം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. പേരുകേട്ട മാമ്പ്ര, വെള്ളരിയടക്കം വിളയുന്ന ചെറിയനാട് കൃഷിഭവന് കീഴിലുള്ള 100 ഏക്കറോളം വരുന്ന മാമ്പ്രപ്പാടത്തെ പച്ചക്കറി കൃഷി സംബന്ധിച്ച ഒരു റിപ്പോർട്ട് കാണാം. ഇത് ആലപ്പുഴ ജില്ലയിലെ ചെറിയനാട്, ആല, വെൺമണി പഞ്ചായത്തുകളിലായി വ്യാപിച്ചു കിടക്കുന്ന മാമ്പ്ര പാടശേഖരം. മകരക്കൊയ്ത്തിന് ശേഷമാണ് ഇവിടെ പച്ചക്കറി കൃഷി നടത്തുന്നത്. കൊറോണ കാലത്തിനും തൊട്ടു മുൻപുള്ള അവസ്ഥയാണിത്. കണിവെള്ളരിയും മഞ്ഞളും പയറും പാവലും വഴുതനയും പിന്നെ ഹൈബ്രിഡ് തണ്ണിമത്തൻ വരെ ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. മാമ്പ്ര വെള്ളരി ഏറെ കീർത്തി കേട്ടതാണ്. പണ്ടുകാലത്ത് ശ്രീപത്മനാഭ സ്വാമിക്ക് കണിയൊരുക്കാൻ വേണ്ടി ഈ മാമ്പ്രപ്പാടത്തെ വെള്ളരിയാണ് കൊണ്ടുപോയിരിക്കുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത്ര ഭംഗിയും നിറവും അതുപോലെ തന്നെ തൂക്കവുമുള്ള വളരെ നല്ല രീതിയിലുള്ള വെള്ളരിയാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. കർഷക കൂട്ടായ്മയായ പച്ചക്കറി ക്ലസ്റ്ററുകളാണ് കൃഷി നടത്തുന്നത്. ഏറെയും വനിതകളുടെ നേതൃത്വത്തിൽ. ഇവിടുത്തെ വാൽക്കുളങ്ങളിൽ നിന്നാണ് ജലസേചനം. ജൈവ രീതികൾ അവലംബിച്ച് നല്ല രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾക്ക് പക്ഷേ പ്രതീക്ഷിക്കുന്ന വില ലഭിക്കാറില്ലെന്ന് ഇവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. 1 കിലോ വെള്ളരിക്കയ്ക്കൊക്കെ ഞങ്ങൾക്ക് കിട്ടുന്ന 5 രൂപയൊക്കെയാണ്. അത് പുറത്ത് പോയി അവർ വിൽക്കുന്നത് 50 രൂപ, 30 രൂപ, അങ്ങനെ ആ ഒരു ലെവലിലാണ് കച്ചവടക്കാർ വിൽക്കുന്നത്. ഞങ്ങൾക്ക് കിട്ടുന്നത് ഈ മിനിമം ഇങ്ങനത്തെ ഒരു വിലയാണ്. അത് ഞങ്ങൾക്ക് വലിയ വിഷയമാണ്. അപ്രതീക്ഷിതമായി കടന്നെത്തിയ കൊറോണ പ്രതിസന്ധികളുടെ ആഴം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ വിളവെടുപ്പ് തുടങ്ങിയ പച്ചക്കറികൾ ആവശ്യാനുസരണം 5 കിലോമീറ്റർ ചുറ്റളവിൽ വീടുകളിൽ എത്തിച്ചു നൽകി നഷ്ടത്തിന്റെ ആഴം കുറയ്ക്കാനാണ് വനിതാ കൂട്ടായ്മകളുടെ തീരുമാനം. ഇത്തരമൊരവസ്ഥയിൽ മാമ്പ്രപ്പാടത്തെ പച്ചക്കറി സംഭരിക്കാൻ ഹോർട്ടികോർപ്പ് മുന്നോട്ട് വന്നിട്ടുള്ളത് ഇവർക്ക് ഏറെ പ്രതീക്ഷയും നൽകുന്നു. തമിഴ്നാട്ടിൽ നിന്നടക്കം വിഷത്തിൽ മുങ്ങിയ പഴങ്ങളും പച്ചക്കറികളും എത്തുന്ന നമ്മുടെ സംസ്ഥാനത്ത് ചെറിയനാട് പോലെയുള്ള ഗ്രാമത്തിൽ നിന്ന് ജൈവികമായി ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളും പഴങ്ങളും വലിയ അനുഗ്രഹമാവുകയാണ്. ക്യാമറമാൻ വിജീഷിനൊപ്പം CJ വാഹിദ്, ദൂരദർശൻ ന്യൂസ്, ആലപ്പുഴ.